അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, BM മുഹ്സിൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിശുദ്ധമായ റമളാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനർഹമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. വിശുദ്ധമായ റമളാൻ, ആ റമളാനിലെ നോമ്പ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള നോമ്പ് കൊണ്ട്, ഫാസ്റ്റിംഗ് കൊണ്ട് ആരോഗ്യകരമായ ചില പ്രത്യേക ഗുണങ്ങൾ കൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ, ഇന്റർനെറ്റിൽ പലതരത്തിലുള്ള സൈറ്റുകളിലും ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. പഠനങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന എന്ന തരത്തിൽ നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതിന് പ്രതിഫലം നൽകുന്നത് നാമാണ്. നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രത്യേകമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതിഫലം നൽകുന്നത് വഅന അജ്സി ബിഹി എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. ആ പ്രതിഫലത്തിന്റെ അളവ് പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ട് പോലുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയധികം പ്രതിഫലമുണ്ട്. ആ നോമ്പിന്റെ പ്രതിഫലം എങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, വർഷം മുഴുവനും നോമ്പായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയുമായിരുന്നു എന്ന് ഒക്കെ നാം പഠിച്ചവരാണ്. ഇങ്ങനെ അതിന്റെ മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഈ വിശുദ്ധമായ നോമ്പിന് ആരോഗ്യകരമായ ഭൗതികമായ ചില നേട്ടങ്ങൾ കൂടെ അതിന്റെ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിൽ മാത്രമല്ല, പല മതങ്ങളിലും നോമ്പുണ്ട്. ഹിന്ദു മതത്തിൽ നോമ്പുണ്ട്. അവർക്ക് പ്രത്യേകമായ 52 ആഴ്ച നോമ്പെന്ന് പറയുന്ന നോമ്പുണ്ട്. നവരാത്രിയുടെ നോമ്പ്, ശിവരാത്രിയുടെ നോമ്പ്, മണ്ഡലം, ഷഷ്ടി, തിരുവാതിര, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ തരത്തിലുള്ള നോമ്പുകൾ അവർക്കുണ്ട്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായ തരത്തിലുള്ള ഒരുപാട് നോമ്പുകൾ, ക്രിസ്മസിനും ഈസ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെ നോമ്പുകളുണ്ട്. പക്ഷേ ഈ നോമ്പുകളൊന്നും തന്നെ ഇസ്ലാമിലെ നോമ്പിനെ പോലെയല്ല. അതൊക്കെ തന്നെ പലപ്പോഴും ചില ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന, ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കുന്ന തരത്തിലുള്ള നോമ്പാണ് മറ്റു പല മതങ്ങളും തന്നെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായ നോമ്പിനെ കുറിച്ച് അമേരിക്കയിലെ ഒരു സംഘം ഡോക്ടർമാർ പഠിച്ചപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത് വളരെ വിശാലമായ പഠനമാണ്. അതിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം നാം ചർച്ച ചെയ്യുകയാണ്. അവർ കണ്ടെത്തിയിട്ടുള്ളത്, നീണ്ട 11.5 മണിക്കൂർ ഒരാള് ഒരു ഭക്ഷണവും കഴിക്കാതെ, ഒരു വെള്ളവും കുടിക്കാതെ 11.5 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വലിയ പ്രോസസ് നടക്കുന്നതായിട്ട് അവരുടെ പഠനത്തിലൂടെ കണ്ടെത്തി. എന്താണ് ആ പ്രോസസ്? നീണ്ട 11.5 മണിക്കൂർ തുടർച്ചയായിട്ട് 100% ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കൊടുക്കാതെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുടെ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടുന്നതുകൊണ്ട് ആ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടുകയും അതോടൊപ്പം നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം കുടലിലേക്ക് വരികയും ആ എൻസൈമിനെ നമ്മുടെ കുടൽ വലിച്ചെടുക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി, രോഗപ്രതിരോധ ശേഷി 10 ഇരട്ടിയായി വർദ്ധിക്കും എന്നാണ് അമേരിക്കയിലെ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുള്ള പഠനത്തിൽ പറയുന്നത്. ഇടയ്ക്ക് ഒരു ഗ്ലാസ് മാത്രം വെള്ളം കുടിച്ചാലും ഈ ഇഫക്റ്റ് നഷ്ടപ്പെടുമെന്നാണ് അവർ പറയുന്നത്. തുടർച്ചയായി 11.5 മണിക്കൂർ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നോമ്പ് ആ തരത്തിലുള്ളതാണ്. തുടർച്ചയായി 5 ദിവസം നോമ്പ് നോൽക്കുമ്പോഴത്തേക്കും തന്നെ ഒരാൾ രോഗാണുവിനോട് പൊരുതാനുള്ള ഒരു മുസ്ലിമിന്റെ ശരീരത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു എന്നാണ് പഠനം നമ്മോട് പറയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഡോക്ടർമാർ ഈ പഠനം നടത്തിയപ്പോൾ ഇത് കണ്ടെത്തിയ സമയത്ത് അവർ ഞെട്ടിപ്പോയി. എങ്ങനെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നോമ്പ് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചത് എത്ര ശാസ്ത്രീയമാണത് എന്ന് വലിയ അത്ഭുതത്തോടുകൂടി അവർ പറയുന്നുണ്ട്. അമേരിക്കയിൽ തന്നെ നടന്ന മറ്റൊരു പഠനത്തിൽ സ്വയം സന്നദ്ധരായ 15 രോഗികളിൽ നോമ്പ് ചികിത്സ എന്ന തരത്തിൽ, അമേരിക്കയിൽ നോമ്പ് ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചികിത്സയായിട്ടാണ് അവർ കാണുന്നത്. അതിന്റെ നോമ്പിനെ ഒരു ചികിത്സയായി സ്വീകരിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഇന്ന് പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ നടത്തിയ മറ്റൊരു പഠനത്തിൽ ഓരോ 10 ദിവസം കഴിയുമ്പോഴും
നമ്മുടെ ശരീരം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നു എന്നാണ് അവർ കണ്ടെത്തിയത്. എന്നിട്ട് ഓരോ 10 നടക്കുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളെയും അമേരിക്കയിലെ ഡോക്ടർമാര് പഠനത്തിലൂടെ പറയുന്ന 3 പേരിട്ടുകൊണ്ട് അവർ വിളിക്കുന്നുണ്ട്. ഒന്നാമത്തെ, ആദ്യത്തെ 10 ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇനീഷ്യൽ ഫേസിൽ മനുഷ്യന്റെ ശരീരത്തിൽ അലിയപ്പെട്ടിട്ടുള്ള നല്ലൊരു ശതമാനം വിഷാംശങ്ങളും നമ്മുടെ രക്തത്തിലും മറ്റുമൊക്കെയുള്ള വിഷാംശങ്ങൾ അത് പുറം കോശങ്ങളിലേക്ക് വരികയും പുറം കോശങ്ങളിൽ നിന്ന് അവ പുറന്തള്ളപ്പെടുന്നു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടുകൂടെയാണ് ആദ്യത്തെ നോമ്പിന് ആദ്യത്തെ 10 ദിവസങ്ങളിൽ മറ്റ് 10കളെ അപേക്ഷിച്ച് പൊതുവെ വിയർപ്പ് കൂടുതലാവാനുള്ള കാരണവും ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിനകത്തുള്ള വിഷാംശങ്ങൾ പുറത്തു പോകുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ 10 ദിവസത്തിൽ പ്രധാനമായി നടക്കുന്ന മാറ്റങ്ങൾ, അതിനെ അവർ പേരിട്ട് വിളിക്കുന്നത് പ്രോഗ്രസീവ് ഫേസ് എന്നാണ്. അവിടെ നടക്കുന്ന മാറ്റം ശരീരത്തിനുള്ളിലെ നമ്മുടെ ശരീരത്തിനകത്ത് മൃതമായി പോയ മൃതകോശങ്ങളും അതേപോലെ തന്നെ അനാവശ്യമായി കിടക്കുന്ന കൊഴുപ്പുകളും കഫത്തിന്റെ ആധിക്യവും അതൊക്കെ കുറയുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും, ആദ്യത്തെ 10 കഫം വല്ലാതെ ഉണ്ടാകും, കഫമൊക്കെ ഇളകി അത് പുറത്തേക്ക് വരുന്നത് നാം കാണാറുണ്ട്. എന്നാൽ രണ്ടാമത്തെ 10 ആകുമ്പോഴത്തേക്കും അത് വല്ലാതെ കുറഞ്ഞു വരികയും കഫത്തിന്റെ പ്രശ്നങ്ങളും അതുപോലെ അനാവശ്യമായി കിടക്കുന്ന കൊഴുപ്പുകളും ഒക്കെ തന്നെ മൃതകോശങ്ങളൊക്കെ തന്നെ നശിച്ച് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ 10 ദിവസം നടക്കുന്ന ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആദ്യത്തെ 10 ശരീരത്തിൽ അലിയപ്പെട്ട വിഷാംശങ്ങൾ ഒഴിഞ്ഞു പോകുന്നതോട് കൂടെ ഒരുപക്ഷെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും കൂടെ അതിന്റെ കൂടെ ഒഴിഞ്ഞു പോയിരിക്കാൻ സാധ്യതയുണ്ട്. ആ പോയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ആവശ്യമുള്ളതൊക്കെ പിടിച്ചു നിർത്തി ബാക്കിയുള്ളത് മാത്രം ശുദ്ധീകരിക്കുന്ന ഒരു ഫൈനൽ ക്ലീനിങ് പ്രോസസ് കൂടെയാണ് ഈ മൂന്നാമത്തെ റിക്കവറി ഫേസ് എന്ന് പേരിട്ടിട്ടുള്ള ഫേസിൽ നടക്കുന്നത്. അതോടുകൂടെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശം നല്ല രീതിയിൽ തന്നെ ടോക്സിക് ലോഡ് നന്നായി കുറയുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങൾക്കും ഒരുപാട് ഇരട്ടി നമ്മൾ അതിന്റെ കാര്യക്ഷമത എഫിഷ്യൻസി വർദ്ധിക്കുകയും പൂർണ്ണമായും ആരോഗ്യകരമായ ഒരു ശരീരത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഭക്ഷണവും വെള്ളവും 100% ഒഴിവാക്കി 12-14 മണിക്കൂർ ഉള്ള തരത്തിലുള്ള നോമ്പിനെ കുറിച്ചാണ് ഈ തരത്തിലുള്ള പഠനങ്ങൾ അമേരിക്കയിലും അതുപോലെ തന്നെ പല ഭാഗത്തുമുള്ള വിദഗ്ധന്മാരായ ആളുകൾ, ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ പഠനം നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂമു തസിഹു, നിങ്ങൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും, നോമ്പ് നോൽക്കൂ, ആരോഗ്യവാന്മാരാകൂ. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രത്യേകമായ നോമ്പുകാരന്റെ 2 സന്തോഷമുണ്ട് നമ്മൾ കേട്ടവരാണ്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷവും അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കൂ. നോമ്പ് നോൽക്കാൻ കഴിയുക, അതിൻ്റെതായ അർഹതയിൽ നോമ്പ് നോൽക്കാൻ കഴിയുക, അതിൻ്റെതായ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തുകൊണ്ട് കേവലം വെള്ളവും ഭക്ഷണവും ഒഴിവാക്കിക്കൊണ്ടല്ലാത്ത തരത്തിലുള്ള നോമ്പ് നോൽക്കുന്ന ആ ഒരു തരത്തിൽ നോമ്പ് നോൽക്കുവാനും അങ്ങനെ അതിനെ സ്വീകരിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ ആത്മീയമായ വലിയ നേട്ടം കിട്ടുന്നതോടൊപ്പം ഭൗതികമായ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന ശുദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രവർത്തനം കൂടെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉള്ളത്, പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പല രാജ്യങ്ങളിലും നോമ്പ് ഒരു ചികിത്സാ രീതിയായിട്ട് പലപ്പോഴും എടുക്കാറുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു രീതി കൂടെയാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റ് നമുക്ക് കൂട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അസുഖങ്ങളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കണം, എന്നാലേ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പലപ്പോഴും വീട്ടിലെ തലമുതിർന്ന ആളുകൾ പോലും നമ്മളോട് പറയാറുണ്ട്. ഉദാഹരണത്തിന് പനി വന്നു കഴിഞ്ഞാൽ തന്നെ നന്നായി ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല, പനി പെട്ടെന്ന് മാറത്തില്ലെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട് പലപ്പോഴും. എന്നാൽ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പനി തന്നെയാണെങ്കിൽ, പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു സ്വയം ശുദ്ധീകരണത്തിന്റെ ഒരു പ്രവർത്തനമാണ്. പനി അത് തത്ഹീറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ഹദീസുണ്ട്. അത് തത്ഹീറാണ്, ആന്തരിക ശുദ്ധീകരണമാണ്. പനിയിലൂടെ ശാരീരികമായ ആന്തരിക ശുദ്ധീകരണമാണ് നടക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പനിയിലൂടെ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു സ്വയം ശുദ്ധീകരണം ശരീരം നടത്തുന്ന സമയത്ത് ആ ശരീരത്തിന് പരമാവധി റെസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ശുദ്ധീകരണത്തിന് സമ്മതിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ആ ശുദ്ധീകരണത്തെ പെട്ടെന്ന് മരുന്നോ ഗുളികകളോ കഴിച്ചുകൊണ്ട് പിടിച്ചു നിർത്തുന്നതിന് പകരം അത് അതിന്റെ വഴിക്ക് വിടുകയും, എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സാധാരണ പനിയെക്കുറിച്ചാണ്.
അല്ലാതെ വേറെ എന്തെങ്കിലും ജോയിന്റ് പെയിനോ അല്ലെങ്കിൽ മറ്റ് കണ്ണിന്റെ നിറം മാറുകയോ മറ്റ് പലതരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടെയുള്ള പനി വളരെ പെട്ടെന്ന് തന്നെ നാം ചികിത്സിച്ച് മാറ്റേണ്ടതുണ്ട്. അത് വേറെ തലത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതല്ലാതെ സാധാരണ വരുന്ന പനിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ശരീരത്തിൽ സ്വയം ചികിത്സിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒതുങ്ങി കൊടുത്താൽ മാത്രം മതി, അത് ആ പണി ചെയ്തുകൊള്ളും. ആ സമയത്ത് ശരീരത്തിന് ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയക്ക് കൂടുതൽ ഭാരം കൊടുക്കാതെ പരമാവധി ഭക്ഷണമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അസുഖം വളരെ പെട്ടെന്ന് മാറുന്നത് കാണാൻ പറ്റും. അതാണ് പ്രകൃതിയിലുള്ള മൃഗങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവ ഭക്ഷണം കഴിക്കാറില്ല. ആ മൃഗങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ അവ ഭക്ഷണം കഴിക്കാറില്ല. ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു മെക്കാനിസം, സെൽഫ് ഡിഫൻസീവ് മെക്കാനിസം, അത് നടത്താൻ വേണ്ടി അതിനെ സമ്മതിക്കുകയാണ് അവർ ചെയ്യാറുള്ളത്. അപ്പോൾ ആ തരത്തിലും നോമ്പെന്ന് പറയുന്നത്, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചികിത്സ കൂടെയാണ് എന്ന് ആരോഗ്യരംഗത്തുള്ള ആളുകൾ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വലിയ അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആത്മീയമായ മുന്നേറ്റം സാധ്യമാകുന്നതോട് കൂടെ തന്നെ അൽഹംദുലില്ലാഹ് ആരോഗ്യകരമായ നോമ്പ് കൂടെ നമുക്ക് ലഭിക്കുന്നു. ഇത് പറയുമ്പോൾ പ്രധാനമായി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഒരിക്കലും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ആരും നോമ്പ് നോൽക്കരുത്. നമ്മൾ നോമ്പ് നോൽക്കേണ്ടത് എപ്പോഴും അതിന് നിയ്യത്ത് അല്ലാഹുവിന്റെ വജഹിന് വേണ്ടിയാണ്. അതോടുകൂടെ ഇങ്ങനെ ഒരു ഇസ്ലാമിന്റെ എല്ലാ ഇബാദത്തുകൾക്കുമുള്ള ഒരു പ്രത്യേകതയാണ്. നിസ്കരിച്ചാലും ആരോഗ്യം വർദ്ധിക്കും. ഒരുപാട് കാര്യങ്ങളിലൂടെ സോഷ്യൽ പലതരത്തിലുമുള്ള മുന്നേറ്റങ്ങൾ ഇസ്ലാമിന്റെ ഓരോ ഇബാദത്തുകൾക്കും, ഹജ്ജിനും ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊക്കെ അങ്ങനെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ പ്രത്യേകത അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഒരിക്കലും ആ ലക്ഷ്യത്തിന് വേണ്ടി ആവരുത് നമ്മുടെ ഒരു ഇബാദത്തും. ആ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടാതെ പോകും. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അൽഹംദുലില്ലാഹ് നോമ്പിന്റെ കൂടെ നമുക്ക് കിട്ടുകയാണ്. അള്ളാഹുവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ നോമ്പിനെ ആത്മീയമായും എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.